നമസ്കാരം. വെനീസ് ടൂർണമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പണ്ട് ഒരു മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ കേരളത്തിലെ BJPയും സംഘപരിവാറൊക്കെ അഴിഞ്ഞാടിയത് നമ്മൾ കണ്ടതാ. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പം ആളിളകും. പക്ഷെ ഇവര് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. കാരണം അത് രാഷ്ട്രത്തിന് വേണ്ടിയും രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഈ പറയുന്ന വേട്ടാവളിയന്മാര് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. അവലും മലരും കരുതിക്കോ, വരുന്നുണ്ട നിന്റെ കാലന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം, ഒരു കൊച്ചുകുട്ടി വിളിച്ചൊരു മുദ്രാവാക്യം. അത് ഇവിടെ നിന്ന് നിന്നില്ല, അത് NIA വരെ അങ്ങോട്ട് പോയായിരുന്നു. പക്ഷേ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് മതേതര പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് വാര്യർക്കെതിരെ ഇന്നലെ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു കൊലവിളി മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും കേട്ട് കാണും. ചില മാധ്യമങ്ങളിലൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട്. സത്യത്തിൽ ഈ ജയകൃഷ്ണൻ മാഷ് എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപകനെ ക്ലാസ് റൂമിൽ കയറി വെട്ടിക്കൊന്നു. അതിനോടൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല. കാരണം പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് വെട്ടിക്കൊന്നത്. മരണപ്പെട്ട ആളുടെ ഓർമ്മ ദിവസം കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള BJP സംഘപരിവാർ തീവ്രവാദികളുടെ ഒരു കൊലവിളി മുദ്രാവാക്യം സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി ഈ പാർട്ടി വിട്ടിട്ട് കോൺഗ്രസിൽ പോയതിന്റെ ചുരുക്കാണ് ഇവന്മാർക്കുണ്ടാകുന്നത്. ഇപ്പം കോൺഗ്രസിന്റെ വലിയ നേതാവായിട്ടുണ്ടായിരുന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിലേക്ക് വന്നു. കരുണാകരന്റെ മകൾ പത്മജ BJPയിലേക്ക് വന്നു. ആർക്കും വേണ്ടാത്ത ഒരു വിഴുപ്പ് പാണ്ഡവായിട്ടുള്ള പൂഞ്ഞാറില്ല ഒരു വൃത്തികെട്ട ഊള ഈ പാർട്ടിയിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ആലപ്പുഴയിൽ DYFIയുടെ ഒരു നേതാവിനെ വലിയ രീതിയിൽ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സുധാകരൻ സാറിന്റെ പുറകെ ഇങ്ങനെ വലവിരിച്ച് ഒട്ടകവും അതുപോലുള്ള ചില ജീവികളൊക്കെ നടക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനെക്കുറിച്ചിട്ട് ഒരു വിശദമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ BJPയിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷെ BJPയുടെ ഈ വർഗീയ രാഷ്ട്രീയം വിട്ടിട്ട് അല്ലെങ്കിൽ BJPയിൽ കാണിക്കുന്ന നെറുവുകേട് സഹിക്കാൻ വയ്യാതെ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യം, ആ കൊലവിളി മുദ്രാവാക്യം വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, BJPയുടെ ന്യൂനപക്ഷ നേതാവായിട്ടുള്ള ഓന്ത് അബ്ദുള്ള കുട്ടി, ഈ ഓന്ത് അബ്ദുള്ള കുട്ടി സ്പോട്ടിലുണ്ട്. അദ്ദേഹവും ഇത് ഏറ്റുവിളിക്കുന്നുണ്ട്. ഈ ഒരു മുദ്രാവാക്യം വളരെ ഗൗരവമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. കാരണം ഇത് സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുദ്രാവാക്യമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സർക്കാർ എന്തുകൊണ്ടാണ് ആ കേസ് എടുക്കാത്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇന്ന് കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് കുഴലൂതി കൊടുക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട ഒരു ഭരണ രീതിയാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം ഞാനൊരു CPM അനുഭാവി തന്നെയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോവാ. പോലീസ് സ്ഥലങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് തെമ്മാടിത്തരം നടക്കുന്നുണ്ട്. കാരണം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വമേധയാ കേസെടുക്കുന്ന ഈ സംവിധാനം എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ പച്ചയ്ക്ക് റോഡിലൂടെ കൊലവിളി നടത്തിയിട്ട് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഇത് ഇവിടുത്തെ ഓരോ പൗരന്റെയും ചോദ്യമാണ്. എന്തായാലും നമുക്ക് സന്ദീപ് വാര്യർ ഇതിനെ കുറിച്ചിട്ട് ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു കൊലവിളി മുദ്രാവാക്യവും ആ ഒരു സന്ദീപ് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. സന്ദീപ് വാര്യർക്കെതിരെ BJP പ്രവർത്തകരുടെ ഭീഷണി മുദ്രാവാക്യം. കണ്ണൂർ അഴീക്കോട്ടെ KT ജയകൃഷ്ണൻ ബലിദാന പരിപാടിക്കിടെയാണ് പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത്. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ മുദ്രാവാക്യത്തിലേക്ക് ബലിദാനികളെ കൂട്ടുപിടിച്ച പട്ടാപ്പകലിൽ പാലക്കാട് നിന്നെ ഞങ്ങളെടുത്തോളാം. KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തിൽ നടത്തിയ റാലിയിലാണ് ഇങ്ങനെ ഒരു പ്രകോപന മുദ്രാവാക്യം. അതായത് ഇന്നലെ അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ യുവമോർച്ച പ്രവർത്തകർ ഈ ബലിദാന ദിന അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായി നടത്തിയ റാലിയിലാണ് സന്ദീപ് വാര്യർക്കെതിരായ പ്രകോപന മുദ്രാവാക്യമുള്ളത്. പാലക്കാട്ടെ മണ്ണിൽ വെച്ച് ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെയാണ് ആ മുദ്രാവാക്യത്തിൽ പറയുന്നത്. അവിടെ നഗരത്തിൽ നടത്തിയ റാലിക്കിടെയാണ് ഇങ്ങനെ ഒരു പ്രകോപന മുദ്രാവാക്യം വന്നത്. അതിനെതിരായ തനിക്ക് തന്നെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മുദ്രാവാക്യം കൊലവിളി മുദ്രാവാക്യം എന്ന് സന്ദീപ് വാര്യർ പറയുന്നു. അദ്ദേഹവും അത് സംബന്ധിച്ച് പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മുദ്രാവാക്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകന്നു മാറി നടക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് അവർ തന്നെ വീണ്ടും വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ മുദ്രാവാക്യം വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടിയുമുണ്ട്.
അതുകൊണ്ട് തന്നെ BJPയുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള മുദ്രാവാക്യം വിളിയായിട്ടേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം അത് തടയുന്നില്ല. ആ മുദ്രാവാക്യം വിളിക്കുന്നതിനെ അദ്ദേഹം തടയുന്നില്ല. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്നാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. അദ്ദേഹത്തിന് കേട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു കൊണ്ടുപോകുന്ന AP അബ്ദുള്ളക്കുട്ടി BJPയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഈ കൊലവിളി മുദ്രാവാക്യം എന്നുള്ളതിന്റെ തെളിവായി മാറുകയാണ്. എന്തായാലും BJPയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. മാത്രമല്ല, ഈ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ അനുസ്മരണ റാലിയിലാണ് ഇതുപോലെയുള്ള ഒരു കൊലവിളി മുദ്രാവാക്യം എനിക്കെതിരെ നടത്തിയിട്ടുള്ളത്. KT ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തിയത് CPM ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള എനിക്കെതിരെ കൊലവിളി മുദ്രാവാക്യം നടത്തുന്നത്? അപ്പൊ കേരളത്തിൽ ഈ CJP രൂപപ്പെട്ടിരിക്കുന്ന CPM BJP ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് മാറുകയാണ്. ഇന്നലെ 14 ജില്ലകളിലും ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലി നടന്നിട്ടില്ല. പകരം പാർട്ടി ഓഫീസുകളിലെ ശുഷ്കമായിട്ടുള്ള പുഷ്പാർച്ചനയിലും ചെറിയ പരിപാടികളിലും അത് ഒതുങ്ങുകയും അനുസ്മരണ റാലി കണ്ണൂരിൽ മാത്രമായി മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുന്നതാണ്. അതെല്ലാം മാറ്റി ഒരു ജില്ലയിൽ മാത്രമായി ഒതുക്കി വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ കൊലയാളിയായ മുഖ്യമന്ത്രി നിർദ്ദേശാനുസരണം ഈ ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം പോലും ശുഷ്കമാക്കി മാറ്റിയിട്ടുള്ള BJP നേതൃത്വം അവരാണ് അതിന് മറുപടി പറയേണ്ടത്. ഈ കൊലയാളികളായ CPM-നെതിരെ മുദ്രാവാക്യം വിളിക്കാതെ ഒരു കോൺഗ്രസ്സുകാരനായ എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതിലെ വൈരുദ്ധ്യം അത് സംബന്ധിച്ച വിശദീകരണം നൽകേണ്ടതും BJPയുടെ നേതൃത്വമാണ്. ഈ അവലും മലരും കരുതിക്കോ എന്നുള്ള മുദ്രാവാക്യമാണെങ്കിലും സന്ദീപിനെതിരെ ഇപ്പം വിളിച്ചിട്ടുള്ള കൊലവിളി മുദ്രാവാക്യമാണെങ്കിലും ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ സന്ദീപ് ഈ വർഗീയ രാഷ്ട്രീയം വിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോയപ്പോഴത്തേക്ക് ഇവന്മാർക്ക് ഊത്തൽ പിടിച്ചെന്നുള്ളതാ. കാരണം സന്ദീപിനെ പോലുള്ള ആർജവും കഴിവുമുള്ള BJPയുടെ ഒരു യുവത്വം ഇതിൽ നിന്ന് പോകുക എന്നുള്ളത് BJPക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പണി തന്നെയായിരുന്നു. കാരണം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടതാ. കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ തുച്ഛമായ വോട്ടിനാണ് വിജയിച്ചെങ്കിൽ മാങ്കൂട്ടത്ത് ഇപ്രാവശ്യം വിജയിച്ചത് 18,000-ന് മേൽ വോട്ടുകളാണ്. അതായത് BJPയുടെ കുത്തക സീറ്റായിട്ടുള്ള മുനിസിപ്പാലിറ്റിയിൽ പോലും BJPയുടെ കാലിടറി അല്ലെങ്കിൽ BJPയുടെ അടിത്തറ ഇളക്കി എന്നുള്ളത് തന്നെയാണ് ഇവർക്കൊക്കെ ഇപ്പൊ ഹാലളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് വെച്ച് തന്നെ നിന്നെ ഞങ്ങൾ കണ്ടോളാം, നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള മുദ്രാവാക്യം. ഇതിനു മുമ്പും പാലക്കാട്ടത്തെ BJPയുടെ ചില പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സന്ദീപിനെതിരെ ഇതുപോലത്തെ ചില കൊലവിളികൾ നടത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ഒന്നും ഒരു തരത്തിലും കേസ് എടുക്കാതെ മൗനം പാലിക്കുന്ന ഈ സർക്കാർ എന്ത് നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത്? സത്യത്തിൽ ഇവനൊക്കെ ആരാണ്? ഇവനൊക്കെ എന്താണ് ഈ കേരളത്തിൽ അധികാരമില്ലാഞ്ഞിട്ട് പോലും ഇത്രയും കിടന്ന് നെഗളിക്കാനായിട്ട് ഇവനൊക്കെ ആരാണ് എന്നുള്ളൊരു ചോദ്യം സന്ദീപിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നീ ആരാടാ എന്ന് തന്നെ ചോദിക്കുകയാണ്. എന്താണെങ്കിലും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഈ ഒരു വിഷയം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത്. കാരണം BJPയുടെ ദേശീയ നേതാവായിട്ടുള്ള ഓന്തതുവാക്കുട്ടിയും ഈ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഇവന്റെയൊക്കെ തലയ്ക്കകത്തിരിക്കുന്നത്? വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവര് മറ്റേ മുദ്രാവാക്യം രാജ്യത്തിന് അപകടമാണെന്ന് പറയുമ്പോൾ ഇതെന്താണ് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണോ? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്താണെങ്കിലും ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് അനിവാര്യം തന്നെയാണ്. കോൺഗ്രസിന്റെ ഭാഗമായതുകൊണ്ട് അത് ആ പാർട്ടി തലത്തിൽ തന്നെ അവർ അതിനു വേണ്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ രണ്ട് മുദ്രാവാക്യം രാജ്യത്തിന് അപകടകരം തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വിഭാഗം മാത്രം മോശക്കാരാണ്. മറ്റൊരു വിഭാഗം ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഇമാതിരി മുടന്ത ന്യായവുമായിട്ട് വരുന്ന ഈ BJPയുടെ നേതാക്കന്മാരെയൊക്കെ അടിച്ച് കണ്ടം വഴി ഓടിക്കണം. അതാണ് വേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ. നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് എന്റർടൈൻമെന്റ്.